ഇതൊരു സാധാരണ മലയാളിയുടെ ഡിജോ പറഞ്ഞു ആലപ്പുഴ ഗോപിയുടെ അതെയാണ്. അപ്പോൾ ഒരു സാധാരണ മലയാളിയുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇതിലുണ്ടാവും. അവൻ്റെ പ്രണയമുണ്ട്, അവൻ്റെ കുടുംബമുണ്ട്, അവൻ്റെ സുഹൃത്തുണ്ട്, നാടുണ്ട്, നാട്ടുകാരുണ്ട്, രാഷ്ട്രീയമുണ്ട്, അവൻ്റെ പ്രതിസന്ധിയുണ്ട്, അവൻ്റെ തരണം ചെയ്യലുണ്ട്, സർവൈവലുണ്ട്, അതൊക്കെ ചേർത്താണ്. ഈ പറയുന്ന ആ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ മലയാളി നമ്മളല്ലേ ഉള്ളൂ, നമുക്ക് പറയാലോ. നമ്മൾ മലയാളി പത്രം വായിക്കുന്നവരാണ്, മലയാളി വനിതയും വായിക്കുന്നവരാണ്, അവൻ കളിക്കുടുക്കാൻ വായിക്കുന്നവരാണ്, അവൻ മുത്തുച്ചിപ്പിയും വായിക്കുന്നവരാണ്. അപ്പൊ മലയാളിയെ ഒരു കാരണവശാലും ആർക്കും പിടികൊടുക്കാത്ത ഒരുത്തനാണ് മലയാളി. അപ്പൊ അവന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇത് മലയാളികളെ ഇതാണ് മലയാളി എന്ന് പറഞ്ഞെടുത്ത് വെക്കാൻ പറ്റുന്ന സിനിമയാണ്. മലയാളിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയാണ്, അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ട്രൈബ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയാണ്. ഒരിക്കലും ഞാൻ ഒരു ഭാഷയോ ഒരു സംസ്കാരത്തെയോ ഒന്നിനെയും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യം. വളരെ ബേസിക് എന്ന് വെച്ചാൽ നമ്മളുടെ പെർസ്പെക്റ്റീവിൽ ഇതെന്താണ്, ആ രീതിക്ക് ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര മലയാളിത്തമുള്ള ഒരു ക്യാരക്ടറാണ് ആൽപ്പറ ഗോപി. അതിൽ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. അവനെ വൈറ്റ് വാഷ് ചെയ്യുന്ന സിനിമ. പിന്നെ എനിക്കും ബിജോക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് നിവിൻ ബ്രോന്റെ ഫേസ് വന്നു. കാരണം ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ആഘോഷിച്ചിട്ടുള്ളതാണ് വടക്കൻ സെൽഫി ഉമേഷ്. ഞങ്ങളുടെ ജനറേഷനിലേക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ് നിവിൻ ബ്രോന്റെ. അപ്പൊ അതുകൊണ്ട് നിവിൻ ബ്രോയിൽ വന്നു. ഇതിനുത്തരം ബേസിക്കലി ഒരു മലയാളിയുടെ ലൈഫിലുള്ള എല്ലാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ എന്നോട് ആഡ് ചെയ്യുന്നു. ഈ സിനിമ നിങ്ങൾക്ക് കണക്റ്റ് ആവണമെന്ന് ഞാൻ പേഴ്സണലി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ജനഗണമനെ കുറിച്ച് ഞങ്ങൾ പറയില്ല, കണക്റ്റ് ആവണേ എന്നുള്ളത്. കണക്റ്റ് ആവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് അങ്ങനെ ആ ഒരു പ്രാർത്ഥന ഞങ്ങൾക്കുള്ളൂ. നിങ്ങൾക്കിത് കണക്റ്റ് ആവണേ എന്നുള്ള പ്രാർത്ഥന. അതല്ലാതെ ഈ സിനിമ കണ്ട് പ്രബുദ്ധരാവാം, ഒരു സിനിമ കണ്ട് പ്രബുദ്ധരാവാം, അതില്ല. കണക്റ്റ് ആയാൽ ഓക്കെ,